കോഴിക്കോട്ടെ നേഴ്സസ് സമരം അങ്ങനെ ചൂട് പിടിച്ച് തുടരുകയാണ്. ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആശുപത്രികൾക്ക് അവിടെ എത്തുന്ന ജോലി ചെയ്യാൻ സന്നദ്ധരായ ജീവനക്കാർക്ക്, ഡോക്ടേഴ്സിനടക്കം അവിടെ വരുന്ന രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അതിനുവേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിൽ വകുപ്പിനും പോലീസിനും ഒക്കെ നിർദ്ദേശവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ നേഴ്സസിന്റെ സമരം UNA മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അനീഷ് ദേവസി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, വലിയ പ്രതിഷേധം പ്രധാന കേന്ദ്രമായി സംസ്ഥാനത്ത് തന്നെ ഈ നേഴ്സസ് സമരത്തിന്റെ പ്രധാന കേന്ദ്രമായി കോഴിക്കോട് മാറുകയുമാണ്. പക്ഷേ ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ, ആശുപത്രി മാനേജ്മെന്റുകൾ നടപടി ഘടിപ്പിക്കുമ്പോൾ ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് UNAയുടെ ആലോചന? ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഘടിപ്പിക്കുകയാണ്. സമരം ഇന്ന് 3-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. മിനിമം വേതനം 40,000 ആക്കണമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്ത സ്വകാര്യ ആശുപത്രികൾക്കെതിരെ സമരം ഘടിപ്പിക്കാനാണ് UNAയുടെ തീരുമാനം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം ഘടിപ്പിച്ചതോടെ കോഴിക്കോട് മേഖലയിലെ പല സ്വകാര്യ ആശുപത്രികളിലെയും പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പുതിയ കേസുകൾ എടുക്കാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ സർക്കാർ ബീച്ച് ഹോസ്പിറ്റൽ തുടങ്ങിയ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ദിവസമായി രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ ഈ സമരം മുമ്പോട്ട് പോകണമെന്നാണ് സർക്കാരിന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ആശുപത്രിയുടെ പരിസരങ്ങളിലോ സമീപങ്ങളിലോ പ്രതിഷേധമോ പ്രകടനമോ അങ്ങനെയുള്ള യാതൊന്നും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കായി എത്തുന്ന നഴ്സുമാർക്കും ഇതര സ്റ്റാഫുകൾക്കും വേണ്ട മതിയായൊരു സംരക്ഷണം ഒരുക്കണമെന്ന് സർക്കാരിനോടും ജില്ലാ പോലീസ് മേധാവികളോടും ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് സർക്കാർ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ യാതൊരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ലെന്നാണ് UNAയുടെ പ്രതിനിധികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസവേതനക്കാരായ നഴ്സുമാരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പല സ്വകാര്യ ആശുപത്രികളും കോഴിക്കോട് മേഖലയിൽ പ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് വരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നഴ്സുമാരെ കൊണ്ടുവന്നാണ് ഇവിടെ പല ആശുപത്രികളിലെയും പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരെ ഇതുവരെ അതുകൊണ്ട് സമരം ശക്തമാക്കാനാണ് UNAയുടെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത ആൻഡ് ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.